സർ, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പാകിസ്ഥാനെതിരായ വലിയ തിരിച്ചടികളാണ് വാക്കാൽ പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ എന്ത് ചെയ്തു, ഇനി അങ്ങോട്ട് ഏതെങ്കിലും വിധത്തിൽ രാജ്യത്തെ ആക്രമിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ഇന്ത്യ എങ്ങനെ തിരിച്ചടിക്കും എന്നതൊക്കെ വളരെ വ്യക്തമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ ഈ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശത്തിന് പിന്നാലെ നമ്മളൊക്കെ അറിഞ്ഞ വാർത്ത പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്, വെടിവയ്പ്പുകൾ നടക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ പ്രസംഗവും പാകിസ്ഥാനിൽ നടന്ന ഈ വെടിവയ്പ്പും മറ്റ് ആക്രമണങ്ങളെയും നമുക്കെങ്ങനെ കൂട്ടിവായിക്കാം? നമുക്കങ്ങനെ കൂട്ടി വായിക്കാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ ദിന അല്ലെങ്കിൽ ആ ദിവസത്തെ പ്രസംഗം ഏതാണ്ട് റെക്കോർഡായിരുന്നു ആ പ്രസംഗം. അതാണ്ട് 108 മിനിറ്റ് കണ്ടായിരുന്നു. എത്ര ആണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും റെക്കോർഡായിരുന്നു പ്രസംഗം, ഇതിന്റെ ദൈർഘ്യം. അദ്ദേഹം അതിനകത്ത് പ്രധാനമായിട്ടും ഇന്ത്യയുടെ പല കാര്യങ്ങൾക്കകത്ത് വളരെ പ്രധാനമായിട്ട് പറഞ്ഞത് സിന്ദൂരാണ്. അതിനുശേഷം ഇവിടുത്തെ വികസനത്തെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ GST കാര്യം പറഞ്ഞു. ഏതായാലും ഇന്ത്യയിൽ മൊത്തത്തിൽ നാളെ കാലത്തെയും അല്ലെങ്കിൽ ഇതുവരെയുള്ള പുരോഗതിയും നാളെ ഇന്ത്യ കൈവരിക്കാൻ പോകുന്ന പുരോഗതികളിലൂന്നിയുള്ള സംസാരമായിരുന്നു. അതായത് വിജയാഘോഷത്തിന്റെ ഒരു പ്രസംഗം എന്ന് വേണം നമ്മൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ. പ്രസംഗം കേട്ടവർക്ക് മനസ്സിലായി. ഞാൻ ആദ്യമായിട്ട് അവസാനം വരെ പ്രസംഗം കേട്ടു. അപ്പൊ ഈ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യമാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. ഒരു മാധ്യമങ്ങളിലും കണ്ടില്ല ഈ പാകിസ്ഥാനകത്ത് നടന്ന പ്രശ്നങ്ങൾ, അവിടുത്തെ വെടിവെപ്പ്, അവിടുത്തെ മരണം, അല്ലെങ്കിൽ അത്തരത്തിൽ പൊട്ടിത്തെറികൾ വളരെ വ്യാപകമായിട്ട് നടന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ വിജയാഘോഷം നടക്കുമ്പോൾ ആ രാജ്യത്ത് നടന്ന, അതായത് POK ഉൾപ്പെടെ കറാച്ചി ഉൾപ്പെടെ ഭീകരമായ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അത് നമ്മുടെ മാധ്യമങ്ങൾ മാപ്പറകൾ മുഖ്യം എന്ന് പറയാൻ സാധിക്കും. അപ്പം അതിനകത്ത് വന്നതെന്ന് പറഞ്ഞാൽ POK ഇന്നലെ തെരുവിലായിരുന്നു ആയിരങ്ങൾ. ആയിരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ തെരുവിലിറങ്ങി. അവർ പറയുന്നത് അവർക്ക് അവിടെ ജീവിക്കണം, അവർക്ക് സ്കൂളുകൾ വേണം, വികസനം ഉണ്ടാകണം, മറ്റ് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ കിട്ടണം. ഇത് കിട്ടാതിരിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെയും സൈന്യത്തിനെതിരെയും വളരെ വലിയ പ്രക്ഷോഭവുമായിട്ട് ഇറങ്ങി. സൈന്യം വെടിവെച്ചു. വളരെ കൂടുതൽ കുട്ടികളും അല്ലെങ്കിൽ സ്ത്രീകളും ഒക്കെ മരിച്ചു. മരണസംഖ്യ ഉയരുന്നു. കൃത്യമായിട്ടുള്ള മരണസംഖ്യയൊന്നും അവർ വെളിയിൽ വിടത്തില്ലല്ലോ. പിന്നെ ദേശീയ മാധ്യമങ്ങളും ഒക്കെ അല്ലെങ്കിൽ അവിടെ നിന്ന് ഒളിച്ചു കിടന്നതാണ് ഈ വരുന്ന വാർത്തകൾ. ഏതായാലും വലിയ വാർത്ത. അതുപോലെ കറാച്ചി ഉൾപ്പെടെ പാകിസ്ഥാൻ പല മേഖലകളിലും ഇന്നലെ വ്യാപകമായിട്ട് പൊട്ടിത്തെറികൾ, അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇതിനകത്ത് വിരൽ ചൂണ്ടുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ട്രംപ് അവിടെ ചാടി. POKയിലെ നമ്മൾ നേരത്തെ പലവട്ടം പല ടോക്കുകളിലും ചർച്ച ചെയ്തതുപോലെ ഖൈബർ പക്തിൻക്വ മേഖല, അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ മേഖല, സിന്ധു മേഖല, പല മേഖലയിലും സ്വാതന്ത്ര്യ സമര പോരാളികൾ അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കുന്നെങ്കിലും POKയിൽ പ്രക്ഷോഭം ഈ പറയുന്നത് പോലെ വലിയ വലിപ്പത്തിലുണ്ടായിരുന്നില്ല. അവിടെ പ്രക്ഷോഭമുണ്ട്. പല ഘട്ടങ്ങളിൽ അവിടെ പ്ലക്കാർഡുകളൊക്കെ പിടിച്ചിട്ട് നരേന്ദ്രമോദി വരണം, നരേന്ദ്രമോദി വരണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ തരത്തിൽ വേറെ അവിടുത്തെ ചില നേതാക്കന്മാർ പറയുന്നുണ്ട് ഞങ്ങളെ ഒരു സ്വതന്ത്ര രാജ്യമാക്കണമെന്ന്. സ്വതന്ത്ര രാജ്യമാക്കണം എന്ന് പറഞ്ഞാൽ അവിടെ സ്വതന്ത്ര ഗവൺമെന്റ് ഉണ്ട്. പക്ഷെ അത് മൊത്തം നിയന്ത്രണത്തിൽ ഇരിക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിലാണ്. പാകിസ്ഥാൻ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അതിനെ അവർക്ക് സ്വതന്ത്രമാണ്, സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രദേശമായിട്ട് അംഗീകരിക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം അവിടുത്തെ നേതാക്കന്മാർക്ക് ഒരു രാജ്യവും സംവിധാനവും ഒക്കെ ആകുമ്പോൾ ഈ നേതാക്കന്മാരായിട്ട് നിൽക്കുന്നവർക്ക് അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയും ഒരു പ്രസിഡന്റും ഒക്കെ ആവാമല്ലോ. അതിനുവേണ്ടി സ്വതന്ത്രം ഇരിക്കുന്നത്. അപ്പം അതിനകത്ത് വളരെ കൂടുതൽ ആൾക്കാർ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ കൂടുതൽ കുറച്ച് ആൾക്കാർ ഈ പറയുന്നത് പോലെ പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം അവരുടെ നിയന്ത്രണത്തിനല്ലാത്തതുകൊണ്ട് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ചെയ്തതുപോലെ തന്നെ പാകിസ്ഥാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഈ POK പിടിച്ചടക്കിയ സമയത്ത് തന്നെ വളരെ നിഷ്ഠൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്തു. അവരാരും പറഞ്ഞില്ല. പാകിസ്ഥാനല്ലേ ഇതെല്ലാം കൂടെ ചൈനയ്ക്ക് അങ്ങ് വിറ്റു. നമ്മളറിയാം, നമ്മുടെ വീടും ഭൂപ്രദേശവും എല്ലാം കൂടെ ചൈനയ്ക്ക് വിറ്റാങ്ങിരിക്കും. അവിടുത്തെ പ്രദേശത്തുള്ള റിയൽ എസ്റ്റേറ്റ് പണി അവർ കാണിച്ചു ചൈനയുമായിട്ട്. എന്നിട്ട് അവിടെ ചെന്ന് ചൈന ഇറക്കാൻ വന്നപ്പോഴാ പല വീട്ടുകാർ പറയുന്നത് ചൈനയ്ക്ക് വിറ്റ് കഴിഞ്ഞു. അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന ധാതു സംഭവത്തിൽ കൂടുതലുള്ള സ്ഥലമാണ്. ധാതു സംഭവത്തിൽ അവിടുന്ന് അന്ന് തൊട്ടേ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് എന്നിട്ട് ഈ പറയുന്ന പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒന്നും കൊടുക്കത്തില്ല. ഈ ചൈനയിൽ നിന്ന് ട്രക്കുകൾ വരുന്നത് അതുവഴിയാണ്. നിങ്ങൾക്കറിയാം, ചൈനയിൽ നിന്ന് ട്രക്കുകൾ വരുന്നത് ഈ പാകിസ്ഥാനിലേക്ക് ട്രക്കുകൾ, അവർക്ക് ആവശ്യമായ സാധനങ്ങൾ, പാല്, മറ്റ് സാധനങ്ങൾ, മറ്റത് മറിച്ചതും എല്ലാം ഈ പ്രദേശത്തൂടെ കയറി വന്നിട്ട് പാകിസ്ഥാനിൽ വന്നിട്ട് അവിടുന്ന് വലിയ വിലയ്ക്ക് ഈ സാധനം, പാലായാലും മറ്റു സാധനങ്ങളൊക്കെ ആയാലും അവരുടെ പ്രദേശത്തൂടെ കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് പാകിസ്ഥാൻ ഇത് വലിയ വിലയിട്ട് ഇവർക്ക് കൊടുക്കും. ഇതുപോലെ ധാതു സംഭവത്തിൽ ഇവിടുന്ന് കൊള്ളയടിച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഒരു കാര്യവും കൊടുക്കത്തില്ല. അല്ലെങ്കിൽ ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിറ്റ്, അല്ലെങ്കിൽ ഈ കച്ചവടമായിട്ട്,
അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു പരിഗണനയും ഇല്ലാതെ കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ അവിടെ ഈ ചൈനയുടെയൊക്കെ വലിയ കൂടുതലായിട്ടുള്ള പ്ലാന്റുകളുണ്ട്, ഇലക്ട്രിക് പ്ലാന്റുകൾ. ഈ നമ്മുടെ അറിയാമല്ലോ, ചെറിയ ചെറിയ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, ഇവിടുന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പാകിസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ഈ പറയുന്നിടത്ത് POK ലൊക്കെ എന്ന് പറഞ്ഞാൽ 20 മണിക്കൂറൊക്കെയാ കറണ്ട് കിട്ടും. അവരുടെ കറണ്ട് പാകിസ്ഥാനിൽ കൊണ്ടുപോകും, എന്നിട്ട് അവർക്ക് കറണ്ട് കൊടുക്കാത്തൊരവസ്ഥ. ഇതുപോലെ വളരെ കൂടുതലായിട്ട് ആൾക്കാരെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളക്കാരെ ചൂഷണം ചെയ്ത് വളരെ കാലമായിട്ട് അവിടെ നിൽക്കുന്നു. അതുപോലെ തന്നെ ഭീകരവാദ കേന്ദ്രങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ഒരു സ്ഥലം ആയിട്ട് ഈ പറയുന്നതുപോലെ POK ഉണ്ട്. അവിടെയാണ് ഇവന്മാര് മൊത്തം നിൽക്കുന്നത്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഇല്ല അവരുടെ ഹാഫിസ് സെയ്ദോ, അവന്റെ പേരെങ്ങനെയാന്ന് തോന്നുന്നു, അവൻ അവിടെ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ റിപ്പോർട്ട് ചെയ്ത് കൊടുത്തു. അതുപോലെ ഇപ്പൊ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്ത കൊടുത്ത ഏതാണ്ട് 15ഓളം പുതിയ ഭീകര കേന്ദ്രങ്ങൾ തുറന്നിരിക്കുന്നതിനകത്ത് വളരെ കൂടുതലായിട്ടുള്ളത് ഈ പറയുന്ന POK-യിലാണ്. അപ്പൊ എല്ലാ രീതിയിലും അവരുടെ ഭാഗമല്ലാതെ നിർത്തുകയും ആ പ്രദേശത്തെ ബലൂചിസ്ഥാനിലെ പോലെ ചൂഷണം ചെയ്യുകയൊക്കെ ചെയ്യുന്നു. അപ്പം അവിടെ സ്വാതന്ത്ര്യം സമരം അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവിടെ ആൾക്കാർ തെരുവിലിറങ്ങി തുടങ്ങുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ട്രംപിന്റെ വരവാണ് കാരണം. കാരണം ഈ പ്രദേശത്ത് അമർച്ച ചെയ്തിരുന്നത് അല്ലെങ്കിൽ അവിടുത്തെ പ്രക്ഷോഭങ്ങൾ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയിരുന്നത് ചൈനയാണ്. ചൈന ഇപ്പൊ അടഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ട്രംപുമായിട്ടുള്ള ബന്ധവും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നേരത്തെ പാകിസ്ഥാൻ ചൈനയെ പറ്റിച്ച് ഈ ബലൂചിസ്ഥാനിലും POK-യിൽ നിന്നും റെയർ മെറ്റീരിയൽസും ഇതുപോലുള്ള കാര്യങ്ങൾ കടത്തിക്കൊണ്ട് പോകാൻ കാശ് മേടിച്ച് അല്ലെങ്കിൽ ഇതുപോലെ പണം മേടിച്ച് പോർട്ട് പണിയാനും എയർപോർട്ടും പണിയാനും ബലൂചിസ്ഥാനിൽ മേടിച്ചിട്ട് അവരുടെ പണം വെള്ളത്തിലായിട്ട് ഇതേ സ്ഥലത്ത് തന്നെ ഇപ്പൊ അത് കാണിച്ച് അമേരിക്ക അവിടെ ചാടുന്നതിനും അവിടെ എണ്ണയുണ്ടെങ്കിൽ ഖനനം ചെയ്തെടുക്കുന്നതിനും സ്വർണം ഖനനം ചെയ്തെടുക്കുന്നതിനും മറ്റു പല ആവശ്യത്തിനും വേണ്ടിയൊക്കെ അവിടെ കാര്യങ്ങൾ നടത്തുന്നു. അപ്പൊ അവിടുന്ന് അയഞ്ഞു തുടങ്ങി പട്ടാളത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അവിടുത്തെ ജനം തെരുവിൽ ഇറങ്ങുന്ന ഒരു അവസ്ഥയിൽ ഇതിപ്പോ വ്യാപിച്ച് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലും അല്ലെങ്കിൽ ബലൂചിസ്ഥാനിലേക്കും ഒക്കെ വലിയ രീതിയിലേക്ക് ഇത് വ്യാപിക്കും. അതായത് ആഭ്യന്തര പ്രശ്നം വളരെ വലിയ വലുപ്പത്തിലുള്ള കൂട്ടിയിട്ടുണ്ട്. ഈ ട്രംപ് ഒരു പൊട്ടൻ തന്നെ. ട്രംപിന് അവിടെ ഈ പറയുന്നത് പോലെ ഒന്നും തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് ആഭ്യന്തര പ്രശ്നമുണ്ട്. മാത്രമല്ല ഈ ആഭ്യന്തര പ്രശ്നത്തിനകത്തുകൂടി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കച്ചവടം ചെയ്യാൻ നിൽക്കുന്ന മുനീർ ഓരോ മേഖലയിലും അവിടെ പിടിച്ചടക്കി തുടങ്ങി. മനസ്സിലാവുന്നുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഏതാണ്ട് മുനീർ ഈ പറയുന്ന പ്രസിഡന്റിന്റെയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയും ഒക്കെ അവിടെ ഒന്നും അല്ലാതായി. നമ്മൾ കേൾക്കുന്ന പോലും ഇല്ല. പ്രസിഡന്റ് പ്രധാനമന്ത്രി ഇങ്ങനെ ആധിപത്യം ഓരോ മേഖലയിലാക്കി ഒരു സുപ്രഭാതത്തിൽ അയാൾ പിടിച്ചടക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുത്തെ പട്ടാളം പിടിച്ചടക്കി അതിനുശേഷം പ്രസിഡന്റൊക്കെ ആവുന്ന ഒരു രീതിയിലേക്ക് അത്രയ്ക്ക് ഛിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുന്നു പാകിസ്ഥാനകത്ത്. ഇനി ട്രംപ് അല്ല ആര് വിചാരിച്ചാലും കേറി അവിടെ ഒരു ബിസിനസ് ചെയ്ത് പ്രൊമോട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിന്നെ ഇയാൾ വിചാരിക്കുന്ന പോലെ ഒരുപക്ഷെ ബലൂചിസ്ഥാൻ മേഖലയിൽ കയറി അവിടുന്ന് റെയർ മെറ്റീരിയൽസ് കൊള്ളയടിക്കാനും അല്ലെങ്കിൽ ഈ ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ചൈനയ്ക്ക് ഒരു ഭീഷണി, ഇന്ത്യക്ക് ഒരു ഭീഷണി, ഇതൊക്കെ കണ്ടാണല്ലോ ചൈന ഇന്ത്യയൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഒരു നടക്കൊന്നും കണ്ടു പോകാൻ പറ്റുന്ന ഒരവസ്ഥയില്ല. സിന്ധൂരിനകത്ത് നമ്മൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ താവളം അവിടെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അമേരിക്കൻ താവളത്തിൽ അടിച്ചത്. അതൊന്ന് ഇളക്കി. അപ്പൊ ഇനിയും ഇപ്പൊ പരസ്യമായിട്ടാണല്ലോ ട്രംപിന്റെ വിചാരം വലിയ ബുദ്ധിയാണ്. ട്രംപ് പരസ്യമായിട്ട് ഇപ്പൊ നിൽക്കുന്ന പാകിസ്ഥാനോട്. നമ്മൾ ഈ പറയുമ്പോൾ 1962 യുദ്ധത്തിലാണെന്ന് തോന്നുന്നു, ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ മാത്രമാണ് ഈ അമേരിക്ക നമ്മുടെ കൂടെ നിന്നിട്ടുള്ളത്. അതായത് നമ്മുടെ കൂടെ അമേരിക്ക നിന്നിട്ടുള്ളത്. അതുവരെയുള്ള ഇന്ത്യ പാക് യുദ്ധത്തിന് ഇത്രയും കാലത്തിനകത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ കൂടെ നമ്മുടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക, സംസാരം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ഈ ഫ്രണ്ടല്ല ഇതിന് മുമ്പിരുന്ന ഫ്രണ്ടുകളൊന്നും അല്ലെങ്കിൽ ഇവന്മാരൊന്നും നമ്മുടെ കൂടെ നിന്നിട്ടില്ല. പരിശോധിച്ചാൽ മതി. അന്നെല്ലാം പാകിസ്ഥാന്റെ കൂടെ. പാകിസ്ഥാൻ കുഴപ്പം വരുമ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാന് നമ്മളുമായിട്ടുള്ള കാശ് വരുമ്പോൾ എപ്പോഴും ഈ പറയുന്ന അമേരിക്ക പാകിസ്ഥാന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അത്തരത്തിൽ തന്നെ നിന്നിട്ടുള്ളത്. അപ്പൊ ഇതുവരെ നിന്നിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇന്നലെ സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടെ നടന്ന പൊട്ടിത്തെറി വ്യാപകമായിട്ട് കറാച്ചി ഉൾപ്പെടെ എല്ലായിടത്തും പ്രശ്നങ്ങൾ, ആഘോഷത്തിന് പകരം പൊട്ടിത്തെറികളും പ്രശ്നങ്ങളും, അതായത് ഈ വിഷയങ്ങളും ഒക്കെ ഉണ്ടായതിന്റെ പിറകിൽ ഒരുപക്ഷെ ട്രംപ് ആകുന്നു, പിറകിൽ ഒരുപക്ഷെ ഇന്ത്യ ആകുന്നു. ഈ പറയുന്ന പ്രദേശം പിടിച്ചടക്കാൻ പറ്റാഞ്ഞിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. അവിടെ ഒന്ന് ഫിൽട്ടർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ POK എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നലെ അവിടെ ആണല്ലോ കൂടുതൽ ആൾക്കാരുണ്ട്. വെച്ചാൽ കറാച്ചിയിലൊക്കെ പൊട്ടിത്തെറിയുണ്ട്. POK-ക്കകത്ത് അവിടെ ഫിൽട്ടർ ചെയ്യേണ്ടതുണ്ട്. കാരണം അവിടെ ഭീകരന്മാരും ഈ പറയുന്നത് കുറെ ആൾക്കാരുണ്ട്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അവിടുന്ന് പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരങ്ങ് പാകിസ്ഥാനിലേക്ക് പോകുന്നത് തന്നെ നല്ലത്. നമുക്ക് ആ പ്രദേശം കൊണ്ട് തന്നെ ഗുണമെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. പിന്നെ റഷ്യയിലും യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടി ഒരു പാത നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. പണ്ട് 65 വരെ ആ പാത നമ്മൾ ഉപയോഗിച്ചിരുന്നു. ആ പാത സുഗമമാക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. പക്ഷെ ഇപ്പൊ അതിനകത്ത് ചൈനയും കൂടെ സഹായം വേണം. ചൈനയ്ക്ക് ഇപ്പം മാത്രമല്ല നമ്മുടെ ബോർഡർ സെക്യൂർ ആവും. ഇപ്പൊ അതുണ്ടായത് കൊണ്ടാണ് ചൈനയ്ക്ക് ഈ പറയുന്ന പോലെ പാകിസ്ഥാനുമായിട്ട് ഒരു ആക്സസ് ഉണ്ടാവും. ഇപ്പൊ പാകിസ്ഥാനുമായിട്ട് ചൈന ഉടക്കി നിൽക്കുമ്പോൾ, നമ്മളുമായിട്ട് ആധിപത്യത്തിൽ നിൽക്കുമ്പോൾ നമ്മളും അവരുമായിട്ട്
നാളെ കാലത്തെ ഒരു നല്ല ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രദേശം വളരെ കൃത്യമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ വ്യാപാരത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ ഉപയോഗിക്കാം. ഇപ്പൊ നമുക്കത് പിടിച്ചു മേടിച്ച് കയ്യിലോട്ട് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു 2 മിസൈൽ ഇട്ടാൽ അവിടെ ചാടിപ്പോണ്ടവനൊക്കെ ചാടിപ്പോയിട്ട് നമ്മുടെ കയ്യിലോട്ട് വരാം. POK ഈ പറയുന്ന പോലെ ബോർഡർ ചൈന പാകിസ്ഥാൻ ബന്ധം കൂടുതൽ ദൃഢമാണെന്നുള്ള ഒരു സമയമുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം നമ്മുടെ കയ്യിലാവുന്നത് നല്ലതാണ്. പിന്നെ ചൈനയും പാകിസ്ഥാനിലും കറക്റ്റ് ഒരു ബോർഡർ ഇല്ല. ഇപ്പൊ അതിലെ കൂടെ ആണല്ലോ ട്രക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരാം. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ട്രക്ക് അതിലെ കൂടെ വരുന്നത് അവർ തടഞ്ഞിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ POKയിലുള്ള ആൾക്കാർ തടഞ്ഞിരുന്നു, ആഴ്ചകളോളം തടഞ്ഞിട്ടിരുന്നു. പിന്നെ അത് കോംപ്രമൈസ് ആയിട്ടാണ് അവർ വിട്ടത്. അപ്പൊ അവർക്ക് ഈ പ്രദേശം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് പരസ്യമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു സ്ത്രീകൾ, കുട്ടികൾ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ളവർ. അത് ഇന്നലെ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ ഈ പറയുന്നത് 14-ാം തീയതി അവിടെ, 15-ാം തീയതി ഇവിടെ, ആ സ്വാതന്ത്ര്യ സമരത്തിൽ തന്നെ അവിടെ ഉണ്ടാകുന്നു. അവിടെ മാത്രമല്ല, അവിടെ വളരെ കൂടുതൽ പ്രദേശത്ത് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. POKയിൽ ഉൾപ്പെടെ വളരെ കൂടുതൽ ആൾക്കാർ സൈന്യം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായിട്ട് മരിക്കുന്നു. അതിനകത്ത് സ്ത്രീകളും കുട്ടികളും ഉണ്ടാകുന്നു. നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പം POKയിൽ നിന്ന് വളരെ വലിയൊരു പ്രക്ഷോഭം ഒരുപക്ഷെ ബലൂചിസ്ഥാൻ ഉണ്ടായതുപോലെ തന്നെ ഉരുത്തിരിഞ്ഞ് ഉണ്ടാവുകയും അല്ലെങ്കിൽ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇപ്പൊ കാണുവാൻ സാധിക്കുന്നത്. അതായത് ചൈന അവിടുന്ന് പിടി അയച്ചിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഇത്തരത്തിലൊരു പ്രക്ഷോഭം ഉണ്ടാകുന്നതിനുള്ള കാരണം. ഇത് വലിയ വലിപ്പത്തിലുള്ള ഒരു പ്രക്ഷോഭവും ഒരുപക്ഷെ നമ്മൾ നേരത്തെ നമ്മുടെ നേതാക്കന്മാരെല്ലാം പറഞ്ഞത് അതിഞ്ഞ് വന്നോളൂ POK ഇഞ്ഞ് വന്നോളൂ എന്നുള്ള രീതിയിലേക്ക് കുറെ പ്രക്ഷോഭം വലിയ വലിപ്പത്തിലാവുമ്പോൾ, അല്ലെങ്കിൽ അത് ഇന്ത്യക്കകത്തോട്ടുള്ള കടന്നുകയറ്റം ഒക്കെ വരുമ്പോൾ 1-2 മിസൈൽ ഇടുമ്പോൾ പാകിസ്ഥാനിൽ ചാടിപ്പോണ്ടവൻ അങ്ങോട്ടും പോകും, ബാക്കി അവിടെ ഫിൽട്ടർ ചെയ്ത് കിട്ടും. അന്നേരം ആലോചിക്കാം എന്നുള്ള രീതിയിലേക്കാണ് ഇന്ത്യ നിൽക്കുന്നത്. അതിനകത്തൊരു യുദ്ധത്തിനും മറ്റു കാര്യത്തിനും ഒന്നും നമ്മൾ പോകുന്ന ഒരവസ്ഥയില്ല. മാത്രമല്ല, സിന്ധൂരിനകത്ത് നിങ്ങളെ ആരും ശ്രദ്ധിക്കാതെ പോയ എല്ലാവരും വിചാരിച്ച ആദ്യം POKയിൽ അടിക്കും. POKയിൽ അടിച്ചില്ലല്ലോ. POKയിൽ അടിക്കുമെന്നാ മുനീറും വിചാരിച്ചത് POK കയറി. POKയിൽ എന്താണ് അടിക്കുന്നത്? POKയിൽ നിന്ന് ഇവന്മാരുടെ ബുദ്ധിയല്ല നമ്മുടെ ബുദ്ധി. POKയിൽ ഈ അടിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്നേ അവിടുന്ന് ഇവന്മാരെല്ലാം വലിക്കും. ആരാ? ഈ ഭീകരവാദികളും മരിച്ചവരെല്ലാം പറഞ്ഞു. പിന്നെ നമ്മളവിടെ അടിച്ചിട്ട് നമ്മുടെ അവിടെ അല്ല അടിച്ചു. അവൻ ഉദ്ദേശിക്കാത്തത് ഇവിടുന്ന് എവിടെ പോയി ഇരുന്നോ അവിടെ പോയി നമ്മൾ അടിച്ചു. അപ്പൊ POK നമ്മളിപ്പോ ലക്ഷ്യം വെച്ചിട്ടില്ല. POK അവർക്ക് വേണ്ട, നമ്മളങ്ങ് എടുത്തോ എന്നുള്ള രീതിയിൽ അവന്മാരെ നിൽക്കുന്നത്. എന്നിട്ട് നമ്മളങ്ങ് എടുക്കുമ്പോൾ പറയും ആ തർക്കപ്രദേശം എന്താണ്ട് ഇന്ത്യ കണ്ടോ കയറി പിടിച്ചെന്ന്. അവിടെ വരട്ടെ, നിൽക്കട്ടെ. ഇവന്മാരവിടെ വഷളാക്കിയ സംഭവം അവിടെ നിൽക്കട്ടെ, അവിടെ തന്നെ അടി നടക്കട്ടെ. അവിടെ ഇപ്പൊ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഗവൺമെന്റ് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വരട്ടെ. ആ രീതിയിലേക്കൊക്കെ ഉള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്. ഏതായാലും സ്വാതന്ത്ര്യ ദിനത്തിൽ വലിയ പൊട്ടിത്തെറിയായിരുന്നു. അതാരും ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടില്ല, കേട്ടില്ല, വാർത്തയില്ല. പക്ഷെ വളരെ കൂടുതൽ ആൾക്കാർ മരിച്ചു പോകുന്ന ഒരവസ്ഥയും അത്തരത്തിൽ കാര്യങ്ങൾ കറാച്ചി ഉൾപ്പെടെ പൊട്ടിത്തെറി നടന്ന ഒരവസ്ഥയും ഇതിന്റെ എല്ലാം പിറകിൽ ഒരുപക്ഷെ ഇന്ത്യ ആണ് എന്ന് വീണ്ടും പാകിസ്ഥാന് പറഞ്ഞ് സമാധാനിക്കാം എന്ന് മാത്രമേ നമ്മൾക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇന്ത്യ ആയാലും ആയില്ലെങ്കിലും കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെയുള്ള വർത്തമാനം ഇനി കളിക്കാൻ പാകിസ്ഥാൻ ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കാൻ സാധ്യത. നമ്മൾ കളിക്കാതെ നിൽക്കുമ്പോൾ തന്നെ പാകിസ്ഥാനകത്ത് പൊട്ടിത്തെറിയും കത്തിക്കുത്തും ഒരുപക്ഷെ വെടിവെപ്പും അല്ലെങ്കിൽ അതിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളും ഒക്കെയാണ്. പാകിസ്ഥാൻ മറ്റ് എങ്ങും അല്ലെങ്കിൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ആഭ്യന്തര കലഹത്തിൽ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.